ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റീകൺസിലേഷൻ പോസിബിലിറ്റി വീഡിയോ ആണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ എൻഡ് ആയതിനു ശേഷം അല്ലെങ്കിൽ അതിലൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് ഈ റിലേഷൻഷിപ്പ് വീണ്ടും തിരികെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഈ ഒരു സമയത്ത് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയം, അതായത് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള, വളരെ ഹാപ്പിനെസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും നിറഞ്ഞ് നൽകിയ ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് വ്യക്തമാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു സമയത്തുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു സിറ്റുവേഷനിൽ പോലും ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. മേ ബി ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടൈഡ് അപ്പ് സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരുപാട് ഹർട്ട് ആവുന്നുണ്ട് അവർക്ക് ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഡീപ്പ് ഡിപ്രഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. മേ ബി നിങ്ങൾ കാണുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവാം. സോഷ്യൽ മീഡിയയിൽ മേ ബി ആ വ്യക്തി ഒരുപാട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് കാണുന്നുണ്ടാവാം. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു ആ വ്യക്തി ഈ ഒരു സെപ്പറേഷനിൽ ഒട്ടും തന്നെ വേദനിക്കുന്നില്ല, വിഷമിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. പക്ഷെ ഇൻ റിയാലിറ്റി ആ വ്യക്തി ഒരുപാട് ഡിപ്രസ്ഡ് ആണ്. അതായത് ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളുടെ ഓർമ്മകളാണ് ഏതൊരു സമയത്തും ഉള്ളത്. അവർ എപ്പോഴും നിങ്ങളുടെ വോയിസ് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺവെർസേഷൻ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഡേ ആൻഡ് നൈറ്റ് അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ആ വ്യക്തിക്കുള്ളത്. ഇപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്നു പോയ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി സ്റ്റക്കായി പോയിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു സമയത്ത് പോലും അവർക്ക് ഒരു പ്രതീക്ഷയാണ്, ഈ റിലേഷൻഷിപ്പിൽ ഒരു വലിയ പ്രതീക്ഷ തന്നെയുണ്ട് ആ വ്യക്തി. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അത് ഓർക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ദ ടവർ മൊമെന്റ് കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പം ഉണ്ടായിരിക്കുന്ന ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നും അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും ഈ ഒരു സെപ്പറേഷനിൽ അവർ ഒരുപാട് ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തിരികെ വരാൻ ഒരിക്കലും കഴിയില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു പുതിയ എക്സ്പെക്റ്റേഷൻ അവർക്കുണ്ട്. എന്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഈ ഒരു ഫീലിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരോ ഒരാൾ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങളായിട്ട് ചേസ് ചെയ്യാതിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ടൈം കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എന്ത് സാഹസത്തിലൂടെയും അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ തികച്ചും അവരുടെ ലൈഫിൽ തന്നെ ഒറ്റപ്പെട്ടു പോയതായിട്ട് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഡാർക്ക്നെസ്സിലാണോ അവരിപ്പോൾ ഉള്ളതെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നത്, ആ ഒരു ഡാർക്ക്നെസ്സിലും ഒരു വെളിച്ചമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹത്തിലേക്ക് അവർ നടന്നെടുക്കുന്നുണ്ട്. പോസിബിലിറ്റീസ്, ഈ റിലേഷൻഷിപ്പിലുള്ള
എന്തൊക്കെ പോസിബിലിറ്റീസ് ആണോ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ആ വ്യക്തി ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ്ങിന്റെ പോസിബിലിറ്റിയും ആകാം. യെസ്, ബ്രേക്ക് ത്രൂ. എന്തൊക്കെ തടസ്സങ്ങളാണോ ഈ റിലേഷൻഷിപ്പിലുള്ളത്, എന്തൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണോ ആ വ്യക്തി ഒരു സമയത്ത് ഫേസ് ചെയ്യുന്നത്, അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. ബ്രേക്ക് ത്രൂ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി എല്ലാ തടസ്സങ്ങളും മറികടന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, സക്സസ്. ആ ഒരു കാര്യത്തില് ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിജയം സംഭവിക്കും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിലൂടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് എത്രത്തോളമാണോ നിങ്ങളിപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത്, എത്രത്തോളമാണ് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്നത്, പക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും തിരികെ വരും എന്നുള്ള ഒരു തീരുമാനം ആ വ്യക്തി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാര്യം. എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതിയ തുടക്കം, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ആ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. യെസ്, തേർഡ് ഐ ചക്ര. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഡ്യൂഷണലി പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പോസിബിലിറ്റി എത്രത്തോളമാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു സക്സസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഉറപ്പായിട്ടുള്ള ഒരു അടിസ്ഥാനം ഉണ്ടാവാൻ പോകുന്നുണ്ട്. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റിലേക്ക് എത്താനോ ഉള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പലർക്കും ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റെസൊനേറ്റ് ആവുന്നില്ല എങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു പോസിബിലിറ്റി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, പ്ലീസ് ഫർഗീവ് മീ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് ആ വ്യക്തി പറയുന്നുണ്ട്. ഐ വോണ്ട് ടു ടെൽ യു സോ മെനി തിങ്സ്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ്. ആൻഡ് ദെൻ ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സെപ്പറേഷനിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ.